Biostatistics. Statistics is a branch of mathematical science which specializes in numerical data. Statistics എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഡാറ്റ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ സയൻസിൻ്റെ ബ്രാഞ്ചാണ്. ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയുടെ കളക്ഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെയുള്ള പലതരം ടെക്നിക്സും മെത്തേഡ്സും ഒക്കെയാണ് ഇതിൽ വരുന്നത്. A simple but concise definition by Croston and Cowden. Statistics is defined as the collection, presentation, analysis, and interpretation of numerical data. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് അതിൽ നിന്നോ അല്ലെങ്കിൽ ഇറ്റാലിയൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ ഓർ ഫ്രം ജർമ്മൻ വേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എന്നതിൽ നിന്നൊക്കെയാണ്. ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റ് എന്നാണ് ഇതിനൊക്കെ അർത്ഥം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ബയോളജിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. It represents quantitative biology which involves application of statistical methods to the problem of biology, including human biology, medicine, public health, agriculture, veterinary science, and genetics. And biologists use statistics extensively for the collection, presentation, analysis, and interpretation of experimental and observational data. ബയോസ്റ്റാറ്റിസ്റ്റിക്സിനെ പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നും ഇൻഫറൻഷ്യൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നും. ഡിസ്ക്രിപ്റ്റീവ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് കളക്ഷൻ, ഓർഗനൈസേഷൻ, സമ്മറൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഇൻഫറൻഷ്യൽ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ മേക്കിംഗ് ഇൻഫറൻസസ്, അതായത് ഒരു അനുമാനത്തിലെത്തുക, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക, റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യുക, കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്ന് പ്രിഡിക്ഷൻസ് ഉണ്ടാക്കുക എന്നൊക്കെയാണ്. ഫാദർ ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ്. വോൾട്ടർ വെൽഡൻ ആണ് ബയോമെട്രി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, പോപ്പുലേഷൻ. ഈ ബയോളജിക്കൽ സെൻസിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലുള്ള ഒരു സ്പീഷീസിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻസിൽ ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓർ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ SSLC എക്സാമിന് ബയോളജി പേപ്പറിന്റെ മാർക്കിനെ പറ്റിയാണ് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതെങ്കിൽ SSLC എഴുതിയ എല്ലാ കുട്ടികളെയും നമുക്കൊരു പോപ്പുലേഷൻ എന്ന് പറയാം. ദെൻ സാമ്പിൾ. അടുത്തത്, ഏതെങ്കിലും സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു പോപ്പുലേഷന്റെ ഒരു ചെറിയ പോപ്പുലേഷൻ സെലക്ട് ചെയ്ത് ഇത് എൻ്റയർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് ഈ സാമ്പിൾ എന്ന് പറയുന്നത്. Or simply, sample is a finite set of items drawn from a population or a representative unit of a population under consideration. റാൻഡം സാമ്പിൾ. ഒരു പോപ്പുലേഷനിൽ നിന്ന് റാൻഡംലി സെലക്ട് ചെയ്യുന്ന സാമ്പിൾ ആണ് ഈ റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ എലമെന്റ്സിനും സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് ആയിരിക്കും, which has an equal chance to be selected. അടുത്തത് വേരിയബിൾ. ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ മാറ്റം വരുന്ന ക്യാരക്ടറിസ്റ്റിക് ആണ് വേരിയബിൾ. ഇപ്പോൾ ഹൈറ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോ ഇൻഡിവിജ്വൽസിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. വേരിയബിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റേറ്റീവ് എന്നും ക്വാണ്ടിറ്റേറ്റീവ് എന്നും. qualitative variable and quantitative variable.
ഈ ക്വാണ്ടിറ്റേറ്റീവിനെ തന്നെ ഡിസ്ക്രീറ്റ് എന്നും കണ്ടിന്യൂസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഹൈറ്റ്, വെയിറ്റ് പോലുള്ളവയൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിന് എക്സാമ്പിൾ. ഈ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിനെ തന്നെ വീണ്ടും ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്നും വേർതിരിച്ചിട്ടുണ്ട്. ഈ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവും. ഇപ്പം ഒരു ഗാർഡനിൽ റെഡ് ഫ്ലവേഴ്സിന്റെ എണ്ണം എന്നൊക്കെ പറയുന്ന പോലെ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ വരുന്ന വാല്യൂസ് ആണ്. ഇപ്പം 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 50 to 180 സെന്റിമീറ്റർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാനാവാത്ത വേരിയബിൾ ആണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഫ്ലവറിന്റെ നിറം, ലീവ്സിന്റെ ടെക്സ്ചർ ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ വേരിയേറ്റ് ഒരു വേരിയബിളിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ആണ് വേരിയേറ്റ്. എക്സാമ്പിൾ ഹൈറ്റില് 160 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഹൈറ്റ് ആണ്. ഈ 160 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇവിടെ വേരിയേറ്റ്. Then sample statistic. A number characterizing some aspect of the distribution of a variate. Example sample mean, sample range. ഈ വേരിയേറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിനോട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആണ് ഈ പറയുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. സാമ്പിൾ മീനും സാമ്പിൾ റേഞ്ചും ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ കോൺസ്റ്റന്റ് മാറ്റമില്ലാതെ നിൽക്കുന്ന വാല്യൂ ആണ് ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള് നമ്മൾ ഒരു പെർട്ടിക്കുലർ വെസലിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ലിക്വിഡിന്റെ വോള്യം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ദെൻ പാരാമീറ്റർ ഒരു പെർട്ടിക്കുലർ കേസിൽ മാറ്റമില്ലാതെ നിൽക്കുകയും മറ്റ് കേസിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന വാല്യൂ ആണ് ഈ പാരാമീറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആവറേജ് ഓഫ് എ പെർട്ടിക്കുലർ ഡാറ്റ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ വരും, ഓർഗനൈസേഷൻ, പ്രസന്റേഷൻ, പിന്നെ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വരും. സ്റ്റാറ്റിസ്റ്റിക്സ് as a science that deals with the collection, characterization, classification, comparison, analysis and interpretation of numerical facts to throw some light on any kind of inquiry. ഇതിൽ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഈ കളക്ഷൻ ഓഫ് ഡാറ്റ ഫസ്റ്റ് വണ്ണാണ് കളക്ഷൻ. ഈ കളക്ഷൻ തന്നെ രണ്ട് രീതിയിൽ നടത്താം. ഇൻവെസ്റ്റിഗേറ്ററിന് ഡയറക്ട്ലി ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം, അതായത് അതിന്റെ പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഇനി മറ്റുള്ളവർ കളക്ട് ചെയ്ത ഡാറ്റ ഉപയോഗിക്കാം, അതാണ് സെക്കൻഡറി സോഴ്സസ് ആയിട്ടുള്ള ജേർണൽസ്, മാഗസീൻസ്, ന്യൂസ് പേപ്പർ, റിസർച്ച് പേപ്പർ, ഇതൊക്കെ. ഇതിനെയൊക്കെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ് ഒരു രണ്ട് മെത്തേഡ്സിൽ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, സെൻസസ് മെത്തേഡ്, സാമ്പിളിംഗ് മെത്തേഡ്. നെക്സ്റ്റ് ക്ലാസ്.